ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെബാസ്കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചക്കയട അല്ലെങ്കിൽ കുമ്പിളപ്പം ഉണ്ടാക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഇനി ചക്കയട ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് തേങ്ങാക്കൊത്ത്, വഴനിയില, 2 കപ്പ് ശർക്കര പാനി, 2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 10-15 കശുവണ്ടി, 2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 3 കപ്പ് അരിപ്പൊടി, 2 കപ്പ് തേങ്ങാ ചിരണ്ടിയത്, 4 കപ്പ് വരിക്കച്ചക്ക അരിഞ്ഞത്, 1/2 കപ്പ് വറുത്ത റവ, നെയ്യ്. ഇനി നമുക്ക് ഒരു പാനിൽ നെയ്യ് ഒഴിക്കും. നെയ്യ് ചൂടായതിന് ശേഷം തേങ്ങാക്കൊത്തും കശുവണ്ടിയും വറുത്തെടുക്കാവുന്നതാണ്. അതിന് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു പാനിൽ. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് തേങ്ങാക്കൊത്ത്, ഈ തേങ്ങാക്കൊത്ത് ഇതിനിട്ടതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി പിടിക്കാതെയും കരിയാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി ഇളക്കണം. ഇത് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിനകത്ത് തന്നെ കശുവണ്ടിയും വറുത്തെടുക്കാം. കശുവണ്ടി ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം. നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് വീണ്ടും മാറ്റി വെക്കാം. നമുക്കിനി അരിഞ്ഞ ചക്കയൊന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. നന്നായി അരയണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതിൽ തന്നെ വെള്ളമുണ്ട്, അത് മതി. അപ്പം ചതച്ചെടുക്കാവുന്നതാണ്. ഒരല്പം കൂടെ ചതയണം. നമുക്ക് വീണ്ടും ഒന്നും കൂടെ അടിക്കാം. ഇപ്പം ആവശ്യത്തിന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഏലക്കപ്പൊടി, ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ചേരുമ്പോഴാണ് ചക്കയ്ക്ക് ആ സ്മെല്ല് കിട്ടുന്നത്. തേങ്ങാ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് റവ ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇടുമ്പോൾ ആദ്യം കുറച്ചേ ഇടാവുള്ളൂ, പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വേണമെങ്കിൽ ഇടാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പിടുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വറുത്ത് വെച്ച കശുവണ്ടിയും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്കയും പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശർക്കരയുടെയും ചക്കയുടെ അളവ് കൂടുതലാണെങ്കിൽ അതുകൊണ്ട് വീണ്ടും കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ വീണ്ടും പൊടി ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കൊന്ന് കുഴച്ച് നോക്കാം. പറ്റില്ലെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ പൊടി ഇടാം. ഒറ്റയടിക്ക് പൊടി മൊത്തം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ ചക്കയുടെ അളവ് കുറവായിരിക്കും, ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുഴച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും ഞാൻ പൊടി ആഡ് ചെയ്തു. ഇനി ഇത് മതിയായിരിക്കും. പാകത്തിനായിട്ടുണ്ട്. ഇതിലോട്ട് തേങ്ങാക്കൊത്തും വറുത്ത കശുവണ്ടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം നമ്മുടെ പൊടി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പച്ചമ്പിലാണ് വെക്കുന്നത്. ഇലയെടുത്ത് ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ബാറ്റർ കയറ്റി വെച്ചാണ്.
ഇപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. 25 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ജസ്റ്റ് തുറന്നു നോക്കാം. ചക്ക അട വെന്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല കളറുണ്ട്. ആ ഇലയുടെയും ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ഇട്ടതിൻ്റെ നല്ല സ്മെല്ലുണ്ട്. നമ്മൾ ആ ശർക്കരപ്പാനി ഒഴിച്ചതിൻ്റെ ആ കളർ നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്കയട റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്